ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെടികളിലെ ഇതുപോലുള്ള പുഴുക്കേടുകളും മുരടിപ്പും ഒക്കെ മാറി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു വളം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ജസ്റ്റ് ഒരു വാട്ടർ സ്പ്രേയർ കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ പ്ലാന്റ്സിന് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ. ഇത് നമുക്ക് നഴ്സറികളിലും വളക്കടകളിലൊക്കെ അവൈലബിൾ ആണ്. വളരെ കുറച്ച് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാനൊരു സ്പ്രെയർ കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്പ്രെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് നമുക്കിതൊരു ഏത് കുപ്പിയിലേക്കും നമ്മുടെ വീട്ടിലുള്ള ഏതൊരു കുപ്പിയിലും ആപ്റ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു സ്പ്രെയറിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ നോർമലായിട്ടുള്ളൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് പാർട്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ചെറിയൊരു മൂടി, ആ ഒരു മൂടിയിൽ തന്നെ വളരെ കുറച്ചുള്ള അളവിൽ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്പ്രെയർ ഇതിലേക്കൊന്ന് ഘടിപ്പിക്കാം. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമുക്കൊരു ഫംഗിസൈഡ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചെടികളുടെ വളർച്ചയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. മാത്രമല്ല നമ്മുടെ ചെടികൾക്ക് മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ളൊരു വലിയൊരു കഴിവും ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വാട്ടർ സ്പ്രെയറിൻ്റെ ഈ ഒരു സ്ട്രോയും അതുപോലെ മറ്റു ഭാഗമായിട്ടൊന്ന് ഘടിപ്പിച്ചെടുക്കുക. ഇതിലൊരു ചെറിയ ഹോളുണ്ട്, അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് തിരിച്ചാൽ മതി കേട്ടോ. ഒരു സ്പ്രെയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഏതൊരു ബോട്ടിലേക്ക് വേണമെങ്കിലും നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെള്ളം, ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ ചെറിയ അളവിലൊക്കെ വെള്ളം കൊടുത്താൽ മതിയാവും. അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വളരെ നല്ലൊരു സ്പ്രെയറാണ്. അതുപോലെ വളങ്ങൾ, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പ്രെയറാണ്. അപ്പോൾ എല്ലാവർക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് യൂസ് ചെയ്തതിന് ശേഷം വളരെ എളുപ്പമാണ്, നമുക്ക് നനയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന കുറച്ച് കട്ടിയുള്ള ഒരു കുപ്പി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ബാൾസായിരുന്നു കേട്ടോ. ഇത് നല്ല രീതിയിൽ വളർന്നു വന്നൊരു ബാൾസായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് കാലമായിട്ട് ഒരു മുരടിപ്പ് പോലെ, കുറച്ച് പുഴുക്കേട്, ഇലയൊക്കെ ചുരുള, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ മറ്റ് പ്ലാന്റ്സിനൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒത്തിരി പൂക്കളും ഇലകളൊക്കെ പുഴുക്കൾ തിന്നിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സ്പ്രെയർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നമ്മുടെ ചെടിയിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെടികൾക്ക് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ തടയുക മാത്രമല്ല, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നൊരു വലിയൊരു കാര്യം കൂടി ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാൾസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഉണങ്ങിപ്പോയൊരു സാധനമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഈ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇതിൽ കണ്ടില്ലേ നിറയെ തളിർപ്പുകളൊക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനുള്ളൊരു മെയിൻ കാരണം ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഫംഗിസൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ്, നമ്മുടെ ബോൾസം അതുപോലെ സക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രെയർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, പ്ലാന്റ്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ കാറ്റലോഗിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗ് ഡയറക്റ്റ് കാണാവുന്നതാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.